മീനം രാശി 2026. അതായത് ഏത് ഒരു വർഷം പിറന്നാലും ശരി നല്ലതുണ്ടാകും എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഈ ഒരു രാശിക്കാരൊക്കെ മുന്നിലേക്ക് പോകുന്നത്. ഈ രാശി എന്നല്ല 12 രാശിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ എപ്പോഴും ഇവർക്കൊരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാവും. കാരണം സ്വയം എങ്ങനെയെങ്കിലും വിജയിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊക്കെയുള്ള ആശ ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് എപ്പോഴും നിൽക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നാളേക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവരുടേതായ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം എത്ര പോരാട്ടം വന്നാലും ശരി മുന്നിലേക്ക് സഞ്ചരിക്കാൻ വഴികൾ ധാരാളമുണ്ട്, ഇറങ്ങേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ്. ഈ 2026 27 28 ഏത് കാലഘട്ടമായാലും ഇവർ അങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പരിധിവരെ ഇവർ അതിജീവിച്ച് നിൽക്കുകയും ചെയ്യും. 2026 നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലമൊക്കെ പ്രധാനം, അതായത് 365 ദിവസക്കാലം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിനിടയ്ക്ക് രാശികളുടേതായ ഇടയിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രഭാവവും വരും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രഭാവം വന്നാലും നിങ്ങൾക്ക് അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ മുന്നിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കുടുംബ പരദേവതകളെയൊക്കെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വർഷം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ തുടക്കം കുറിച്ച് മുന്നിലേക്ക് പോവുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറി വരാൻ കഴിയും. മീനം രാശിയും മീനം ലഗ്നവും നിങ്ങളുടെ ഉൾമനസ്സിലുണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു തെളിച്ചം വന്നെത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതാണ്. രാശിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 7ാം ആണ്ട് ശനിയുടേതായ കാലം കൂടിയാണ്. എന്നാലും തൊഴിൽപരമായ രീതിയിൽ നല്ല മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് തെളിയും. പുതിയ ജോലിയൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു വർഷം എന്തായാലും ഉണ്ടാവും. ഇതുവരെ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ പുതിയ ജോലി മാറ്റങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. നാട്ടിലാണെങ്കിലും അവർക്ക് പുതിയ പുതിയ ജോലികളൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെയും ധാരാളമുണ്ട്. കിട്ടുന്ന അവസരങ്ങൾ എന്തു തന്നെയാണ്, ശമ്പളം കുറവാണെങ്കിലും ശരി അതിൽ കയറി പറ്റി നിങ്ങൾ മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എക്സ്പോർട്ടിങ് സംബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നതും അതുപോലെ ഈ കടമൊക്കെ വാങ്ങി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരല്പം ജാഗ്രത പുലർത്തണം. കാരണം നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾ, അതായത് കടബാധ്യതകളുടെ പുതിയ പുതിയ തൊഴിലൊക്കെ ആരംഭിക്കാനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ജാഗ്രത പുലർത്തി തന്നെ മുന്നിലേക്ക് പോകണം. കാരണം വലിയ ബാധ്യതകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ വരുന്ന ഇനിയുള്ള ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ദയവായി അത്തരം പ്രവണതകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങി വിറ്റ് ലാഭമുണ്ടാക്കുന്ന ഒരു സാഹചര്യം, അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിലാകാതെ വരുന്ന സാഹചര്യവും കടം വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മറ്റൊരാൾ പണം മുടക്കി ഒക്കെ ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതിൻ്റേതായ ഒരു ഭാഗമായി നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെ മുൻനിർത്തി അദ്ദേഹം കാശ് മുടക്കി ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചെയ്യാം. സ്വന്തമായ രീതിയിൽ കടബാധ്യതകൾ വാങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. തൊഴിൽപരമായ രീതിയിൽ ഒരു 40-41 വയസ്സ് വരെ ഒക്കെ പ്രായമുള്ളവർക്ക് ജോലി സംബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ഉയർവും ശമ്പള വർധനവും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒരു തൊഴിലിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ മറ്റേതെങ്കിലും സെക്ഷനിലേക്കുള്ള ഒരു ജോലിയുടേതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയാണ്, ജോലി മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് മാറ്റി ചിന്തിച്ചിറങ്ങാവുന്നതാണ്. അതിൽ സക്സസ് ആവുന്ന സാഹചര്യം ധാരാളമുണ്ട്. കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ സംബന്ധമായ രീതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നിങ്ങൾ വീണ്ടും ഒന്നിച്ച് സന്തോഷകരമായി ഇരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പരിപൂർണമായും ഒരു തോൽവി അവർക്ക് മുന്നിൽ നിങ്ങൾ നൽകണമെന്നാണ്. അതായത് ഇപ്പോൾ ഭാര്യ ആണ് ഒരു പ്രശ്നകാരക ആണെങ്കിൽ ഭാര്യ പരിപൂർണമായും ഭർത്താവിൻ്റെ മുന്നിൽ തോറ്റു എന്ന് ശരണമടയുന്ന ഒരു സാഹചര്യം. ഭർത്താവാണെങ്കിലും തിരിച്ച് അങ്ങനെ തന്നെ. അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപൂർണമായ ഒരു തോൽവി സമ്മതിക്കൽ, നിങ്ങൾ തോറ്റു എന്നല്ല, തോൽവി സമ്മതിക്കൽ എങ്കിൽ വളരെയധികം സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ആകുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സെക്കൻഡ് മാരേജിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ വർഷം എന്തായാലും വേണ്ട. കാരണം ഈ ഒരു വിവാഹമൊക്കെ ബന്ധം കോടതിയിലൊക്കെ എത്തി കേസ് ഒക്കെ ആയി പിരിഞ്ഞൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടാമതൊരു ബന്ധത്തിന് ചിന്തിക്കാനുള്ള സാധ്യതകൾ അവർക്ക് വളരെയധികം കുറവ് തന്നെയായിരിക്കും. വേണ്ടാന്ന് തന്നെയായിരിക്കും തീരുമാനം. മറ്റൊരു പ്രഷർ ഉണ്ടായി മറ്റൊരു വിഭാഗത്തിനൊക്കെ ആലോചിച്ച് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ അഭിപ്രായം. അതുപോലെ തന്നെ പൂർണ്ണമായ കുടുംബം, അതായത് കുടുംബം അച്ഛൻ്റെ വഴിക്ക്, അതായത് അമ്മയുടെ വഴിക്ക്,
ഭാര്യ വഴിക്ക്, ഭർത്താവ് വഴിക്ക്, ഇങ്ങനെയുള്ള ഏത് ഒരു വഴിക്കുള്ള ബന്ധങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു അളവിൽ നിലനിൽക്കുകയാണെങ്കിൽ അവരോടൊപ്പം ഐക്യമായി സന്തോഷത്തോടെ മുന്നിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു വഴിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നെത്തും. അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറഞ്ഞത്, ഒരു വിട്ടുവീഴ്ച മനോഭാവം, മറ്റൊരാളെക്കുറിച്ച് ഒരിക്കലും കുറ്റം പറയാനായിട്ട് പോകാതിരിക്കുക. അതുപോലെ കുടുംബത്തിനുള്ളവരെ കുറ്റം പറയാതെ ഇരിക്കുക. കുറ്റങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ പറയുന്നതായിരിക്കും അവിടെ എടുത്ത് മുന്നിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് കാരണമായി വരിക. അതുപോലെ സുഹൃത്തുക്കൾക്കിടയിലും തൊഴിലിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, മുന്നിലേക്ക് സഞ്ചരിക്കുക. അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഒന്നും പോകരുത്. ഇത് പറയാനുള്ള കാരണം, നിങ്ങളുടേതായ നന്മകളെ തടുത്ത് നിർത്തുന്നത് തന്നെ നിങ്ങൾ ചില കാര്യങ്ങളുള്ള അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മറ്റുള്ളവർക്കത് ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയായി കറക്റ്റ് ആയിരിക്കാം, അത് മറ്റുള്ളവർക്ക് കൂടി അത് അംഗീകരിക്കാൻ തോന്നണ്ടേ. അത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് അത് വിനയായി മാറും. ആ കാര്യത്തെ തടസ്സപ്പെടുത്തി അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് എപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കും. അതായത് അന്ന് പറഞ്ഞത് കേൾക്കാമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഈ ഒരു കാലത്തിൽ ആർക്ക് വേണ്ടിയിട്ടും അഭിപ്രായങ്ങൾ പറയരുത്. നിങ്ങൾ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഫലം ഈ ഒരു അവസരത്തിൽ ലഭിച്ചില്ല എങ്കിൽ പിന്നീടൊരു സമയം നിങ്ങളെ തേടി അത് വരുന്ന ഒരു സാഹചര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 2020 ഒരു നല്ല കാര്യം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ മറന്നിട്ടുണ്ടാകും. പക്ഷേ ആ നല്ലതിൻ്റേതായ പ്രതിഫലം നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നെഗറ്റീവായിരിക്കുന്നത്, എന്നോ പറഞ്ഞ ഒരു കാര്യത്തെ എടുത്തു ചുമന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലും നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നീ അന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഞാനിവിടെ നശിച്ചു പോയത് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുക ഉണ്ടായത്, ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം വേണ്ട, ചെയ്യരുത്, ഇപ്പോൾ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ എന്ന സാഹചര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ പറയുന്ന ആ ഒരു വാക്ക് കൃത്യമായിട്ടും അവർ ഫോളോ ചെയ്താൽ അത് അവർക്ക് നല്ല ഗുണകരമായിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവരത് കേൾക്കാതെ വന്നതിൻ്റേതായ ഒരു ഫലം, അതായത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് തിരികെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നന്മയും തിന്മയും നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെയാണ് ഇവിടെ വരുന്നത്. പറയുന്നത് നന്മയാണെങ്കിലും കേൾക്കുന്നവർക്കത് തിന്മയായിട്ട് തോന്നുന്നു. ഇവിടെ ശരിയായ ഒരു ഫലം ലഭിക്കണമെങ്കിൽ ഈ വർഷം നിങ്ങൾ ആവശ്യമില്ലാതെ ആരോടും ഒന്നിനും പോകരുത്, ഒരു പ്രശ്നങ്ങൾക്ക് പോകരുത്, ആർക്ക് വേണ്ടിയിട്ട് ഉപദേശങ്ങളൊന്നും കൊടുക്കാനൊന്നും പോകണ്ട. നല്ലതോ ചീത്തയോ അവനവൻ അനുഭവിക്കേണ്ടത് അനുഭവിച്ചോട്ടെ എന്ന് ചിന്തിക്കുക. കുടുംബത്തിനുള്ളിലായിരുന്നാൽ പോലും നിങ്ങൾ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക. നിങ്ങളുടേതായ ഇഷ്ടം എന്താണോ അതുപോലെ അങ്ങ് നടക്കട്ടെ എന്ന രീതിക്ക് മുന്നിലേക്ക് പോവുക. എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, കൂടെ നിൽക്കാം, അത്രമാത്രം. ഈ ഒരു രീതിയിൽ പോകും. അപ്പോൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും ഇതേപോലെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ് ഞാനീ പറയുന്നത്. സംഭവിച്ചതൊക്കെ എന്നോ സംഭവിച്ചു, ഇനിയെങ്കിലും സംഭവിക്കാതെ ഇരിക്കട്ടെ. ഈ 365 ദിവസങ്ങളും വളരെയധികം നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കുടുംബ പരദേവതകളെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുക. അതാത് വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ദേവതകളൊക്കെ പ്രാർത്ഥിക്കുക. അതിൻ്റേതായ ഫലം നിങ്ങളെ തേടി വരും. ഈ ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും തൊഴിൽ, ധനം ഒക്കെ വന്നു ചേരും, ഒരു തടസ്സവുമില്ല. അതിനൊന്നും ഈ വർഷം എന്തായാലും തൊഴിൽപരമായ രീതിയിലും ധനപരമായ രീതിയിലൊക്കെ നല്ല മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനി വരുന്ന ഗ്രഹ മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും, എല്ലാവരും കാണുക. അതിൻ്റേതായ പ്രഭാവം, ഇത് പറയുന്നത് കോമൺ പ്രൊഡിക്ഷനാണ്. ലഗ്നവും അതുപോലെ തന്നെ രാശിയെക്കുറിച്ചും കോമൺ പ്രൊഡിക്ഷനാണ്. നിങ്ങളുടേതായ സ്വന്തം ജാതകത്തിൽ ഏത് ദശാകാലം നടക്കുന്നുവോ അതിനനുസൃതമായിട്ടായിരിക്കും ഓരോ ഫലങ്ങളിലും വ്യത്യാസങ്ങളും വരിക. ഇത് പൊതുവായ പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. രാശി മാറ്റം എന്ന് പറയുന്നത് ആകെ മൊത്തമുള്ള പ്രകൃതി കണക്കിലെടുത്ത് തന്നെയാണ് ഇത് പറയുന്നത്. വ്യക്തിഗതമായ കാര്യങ്ങളല്ല, പ്രകൃതിക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും കണക്കിലെടുത്ത് കറക്റ്റ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഈ പറയുന്ന ഗ്രഹസ്ഥിതികൾ അതുപോലെ നിൽക്കുന്നവർക്ക് നല്ലതും അല്ലാത്തവർക്ക് മോശവും സംഭവിക്കുമെന്നുള്ളത് വിധിയാണ്. അനുഭവിക്കേണ്ട ഒരു ബാധ്യത നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക.